നിങ്ങളെല്ലാം കൂടി ഈ കാറിൽ എവിടെയാണ് പോകുന്നത്? നടന്നു പൊക്കൂടെ? ഈ വലിയ വലിയ കാർ എടുത്തിട്ട് ഉരുട്ടി അമ്മായിയമ്മയെ കാണാൻ പോകുന്നവരാണ് ഈ റോഡിൽ ഗതാഗതം പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നത്. ഞങ്ങൾ ഈ പാവം പാർട്ടിക്കാർ പ്രകടനം നടത്തിയത് കൊണ്ടോ റോഡ് അടച്ച് സ്റ്റേജ് കെട്ടി സമ്മേളനം നടത്തിയത് കൊണ്ടല്ല ഈ ഗതാഗത കുരുക്കുണ്ടാകുന്നത്. നിങ്ങൾ ഓരോരുത്തരും ഓരോ കാറെടുത്ത് റോഡിലിറക്കി ആ കാറിൽ ഇങ്ങനെ ഉരുട്ടി സല്ലപിച്ച് പിന്നെ തമാശകൾ പറഞ്ഞ് അമ്മായിയമ്മയെ കാണാൻ പോകുന്ന ഈ രീതിയുണ്ടല്ലോ, അതൊന്ന് മാറണം. എല്ലാവരും നടന്നാണ് പോയിരുന്നുവെങ്കിൽ വഞ്ചൂരിൽ ഈ ഗതാഗത തടസ്സം ഉണ്ടാകുമായിരുന്നു. ഇപ്പോൾ വഞ്ചൂരിൽ റോഡടച്ച് ഗതാഗതം തടസ്സം ഉണ്ടാക്കി, ട്രാഫിക് ജാം ഉണ്ടാക്കി എന്നാണ് നിങ്ങളെല്ലാം കൂടെ പറയുന്നത്. അത് ഒരു സൈഡിൽ ഞങ്ങൾ സമ്മേളനം നടത്തി, പക്ഷേ മറു സൈഡിൽ നടന്നു പോകാൻ ഇഷ്ടം പോലെ സ്ഥലം ഉണ്ടായിരുന്നല്ലോ. എല്ലാവരും കൂടെ കാർ എടുത്തുകൊണ്ട് ഇറങ്ങിയോണ്ടല്ലേ അങ്ങനെ സംഭവിച്ചത്. വിജയരാഘവൻ CPMന്റെ പോളിറ്റ് ബ്യൂറോ അംഗം വിജയരാഘവൻ കഴിഞ്ഞ ദിവസം പറഞ്ഞ ഈ വാക്കുകൾ ഇപ്പോഴും വലിയ വിവാദമായിരിക്കുകയാണ്, ഇപ്പോഴും ചർച്ച ചെയ്തുകൊണ്ടിരിക്കുകയാണ്. എന്നാൽ ഈ കാറുകൾ റോഡിൽ ഇറക്കിയത് കൊണ്ട് ഇപ്പം ഈ പറയുന്നത് പോലെ അനാവശ്യമായിട്ട് കാറുകൾ റോഡിൽ ഇറക്കരുത്. ഒരു വീട്ടിൽ 4 കാറുണ്ടെങ്കിൽ ഓരോരുത്തരും ഓരോ കാറുമായിട്ട് ഇറങ്ങുന്നത് ശരിയല്ല, അത് വേറൊരു കാര്യം. പക്ഷേ നമ്മൾ അത് ഈ വിജയരാഘവൻ പറഞ്ഞ ആ ടോണിൽ ആ ഒരു സാഹചര്യത്തിൽ നമുക്കതിനെ അംഗീകരിക്കാൻ കഴിയില്ല. പക്ഷേ യഥാർത്ഥത്തിൽ ചെയ്യേണ്ടത് അങ്ങനെ തന്നെയാണ്. അതായത് കൂടുതൽ സ്വകാര്യ വാഹനങ്ങൾ കാറിൽ ഇറക്കാതെ പൊതുവാഹനങ്ങൾ നമ്മൾ ആശ്രയിക്കുന്നതാണ് എല്ലാം കൊണ്ടും നല്ലത്. നമ്മളെ എയർ പൊല്യൂഷൻ ഇല്ലാതാക്കാനും ഈ പറയുന്ന ട്രാഫിക് ജാം ഇല്ലാതാക്കാനും ഗുണം ചെയ്യും. പക്ഷേ പാർട്ടി സമ്മേളനങ്ങൾ നടത്തിയത് കൊണ്ടാണ് ട്രാഫിക് ജാം ഉണ്ടായത്, അതുകൊണ്ട് എല്ലാവരും നടന്നു പോയിരുന്നെങ്കിൽ കാർ എടുക്കാതിരുന്നെങ്കിൽ എന്ന് പറയുമ്പോൾ അതിനോട് യോജിക്കാൻ നമുക്ക് വിജയരാഘവന്റെ ആ അഭിപ്രായത്തോട് യോജിക്കാൻ നമുക്ക് കഴിയുമില്ല. എന്നാൽ ഇവിടെ ഒരു കണക്ക് ഇപ്പോൾ നമുക്ക് പുറത്ത് വന്നിട്ടുണ്ട്. ഈ കാറുകൾ രജിസ്റ്റർ ചെയ്തുകൊണ്ട്, കൂടുതൽ കാറുകൾ രജിസ്റ്റർ ചെയ്തുകൊണ്ട് സംസ്ഥാന സർക്കാരിനുണ്ടായിരിക്കുന്ന നേട്ടം, ഖജനാവിലേക്ക് എന്തുമാത്രം പണം വന്നു എന്ന ഒരു കണക്കാണ് ഇപ്പോൾ പുറത്തു വന്നത്. 2382 കോടി രൂപ ഈ സംസ്ഥാന ഖജനാവിലേക്ക് വന്നു ഈ കാറുകൾ, പുതിയ കാറുകൾ നിരത്തിലിറക്കിയത് കൊണ്ടെന്നുള്ള കണക്കാണ് വരുന്നത്. അപ്പോൾ പിന്നെ നമ്മൾ പറയേണ്ടത് കേരളത്തിലാണ് ഏറ്റവും അധികം റോഡ് ടാക്സ് പിരിക്കുന്ന ഒരു സംസ്ഥാനം. 22% രാജ്യത്തെ ഏറ്റവും ഉയർന്ന നിരക്കാണ് ഇത് എന്നുള്ളതാണ്. അത് മറ്റ് സംസ്ഥാനങ്ങളിലൊന്നും തന്നെ ഇത്രയധികം ടാക്സ് ഈടാക്കുന്നില്ല. മാത്രമല്ല നമ്മൾ ഈ 22% ഈ രാജ്യത്തെ ഏറ്റവും ഉയർന്ന നിരക്കാണ്. അത് നമ്മൾ 15 വർഷത്തേക്ക് ഒരുമിച്ച് വാങ്ങുകയും ചെയ്യുന്നുണ്ട്. അങ്ങനെ വലിയ സാമ്പത്തിക നേട്ടമാണ് സർക്കാർ ഉണ്ടാക്കുന്നത്. ഖജനാവിലേക്ക് നല്ല കാശാണ് വരുന്നത്. അപ്പോൾ വിജയരാഘവൻ ഇവിടെ കാറുകളൊന്നും ആരും വാങ്ങിക്കരുത്, എല്ലാവരും നടന്നു പോയിരുന്നെങ്കിൽ പറഞ്ഞെങ്കിൽ ഇത്രയും ഖജനാവിലേക്ക് ഇത്രയും പണം വരുമായിരുന്നോ? എന്തായാലും അതൊരു സാധാരണ കണക്കെന്നേ ഉള്ളൂ. എന്തായാലും ആ കണക്കിൽ നമുക്ക് ഒരു കണക്ക് നോക്കാം. ഇപ്പോൾ ഒരു കണക്ക് പുറത്തു വന്നിട്ടുണ്ട്. അതായത് കഴിഞ്ഞ 3-4 വർഷമായിട്ട് 2020 മുതൽ ഉള്ള കണക്കുകളാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. അതിൽ ഇരുചക്ര വാഹനങ്ങൾ എത്ര രജിസ്റ്റർ ചെയ്തു, 4 ചക്ര വാഹനങ്ങൾ എത്ര രജിസ്റ്റർ ചെയ്തു, അതിൽ ഏറ്റവും കൂടുതൽ രജിസ്റ്റർ ചെയ്തിരിക്കുന്നത് സ്വകാര്യ വാഹനങ്ങൾ തന്നെയാണ് എന്ന കണക്കുകളാണ് വരുന്നത്. അതിൽ നമുക്ക് ഒന്ന് നോക്കാം. അതായത് 2020 ഇരുചക്ര വാഹനങ്ങൾ 4,45,104 എണ്ണം രജിസ്റ്റർ ചെയ്തു. എന്നാൽ 4 ചക്ര വാഹനങ്ങൾ കാറുകൾ 1,55,819 എണ്ണം രജിസ്റ്റർ ചെയ്തു. ഇതിനെല്ലാം കൂടി ആ വർഷം 2020 1,947 കോടി രൂപയാണ് ലഭിച്ചത്. 2021 5,12,913 ഇരുചക്ര വാഹനങ്ങളും 2,09,107 4 ചക്ര വാഹനങ്ങളും രജിസ്റ്റർ ചെയ്തു. ഇവയ്ക്ക് രണ്ടിനും കൂടി 2,613 കോടി രൂപയാണ് ഖജനാവിലേക്ക് ലഭിച്ചത്. 2022 5,30,509 ഇരുചക്ര വാഹനങ്ങളും 1,99,178 4 ചക്ര വാഹനങ്ങളും രജിസ്റ്റർ ചെയ്തിരുന്നു. അതിൽ 2,489 കോടി രൂപ ലഭിക്കുകയും ചെയ്തു ഖജനാവിലേക്ക്. 2023 4,90,842 വാഹനങ്ങൾ ഇരുചക്ര വാഹനങ്ങൾ രജിസ്റ്റർ ചെയ്യുന്നു. 1,97,582 4 ചക്ര വാഹനങ്ങൾ രജിസ്റ്റർ ചെയ്യുന്നു. 2,469 കോടി രൂപ ഇതിന് അവർ ഗവൺമെന്റ് ലഭിക്കുകയും ചെയ്തു. 2024 ഇതുവരെ ഏകദേശം നമ്മുടെ ഡിസംബർ തീരാറായി. 2024 ഇതുവരെ 4,94,108 ഇരുചക്ര വാഹനങ്ങളാണ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. 1,90,599
4 ചക്ര വാഹനങ്ങളും രജിസ്റ്റർ ചെയ്തു. അവയ്ക്കെല്ലാം കൂടി 2382 കോടി രൂപയാണ് ലഭിച്ചത്. അങ്ങനെ ടോട്ടൽ വളരെ നല്ല തുകയാണ് പിന്നെ സർക്കാരിന് ലഭിച്ചിരിക്കുന്നത് എന്ന കണക്കാണ്. ഈ വർഷം തന്നെ 2382 കോടി രൂപ ഈ 2024 ലഭിച്ചു. അങ്ങനെ ഓരോ വർഷവും നമ്മൾ കണക്ക് കൂട്ടുമ്പോൾ കഴിഞ്ഞ വർഷം 2469 കോടി രൂപയാണ്. ഇന്ന് 2382. അത് ഇനിയും കുറച്ചു ദിവസം കൂടി ഉള്ളത് കൊണ്ട്, ഡിസംബർ തീരാനുള്ളത് കൊണ്ടും ഈ വർഷം സാമ്പത്തിക വർഷം തീരാതെ കൊണ്ട് ഇനിയും കൂടുതൽ തുക കൂടാനാണ് സാധ്യത. അപ്പോൾ നമ്മളിവിടെ ഈ കണക്ക് വെറുതെ ഒന്ന് പറഞ്ഞതാണ്. കാരണം സർക്കാരിന് വരുമാനം കിട്ടുന്ന വലിയൊരു അതാണ് ഈ വിജയരാഘവൻ നടന്നു പോയാൽ പോരെ, നീ എല്ലാം നീ കാറെടുത്തോണ്ടിറങ്ങുന്നു, ഞങ്ങൾക്ക് പിന്നെ റോഡടച്ച് സമ്മേളനം നടത്തണ്ടേ, ഞങ്ങൾക്ക് ഫുട്പാത്ത് അടച്ചും റോഡടച്ചും പ്രകടനം നടത്തണ്ടേ, പിന്നെ നിങ്ങളെല്ലാം കൂടെ കാറെടുത്തിറങ്ങിയാലെന്ന് ചോദിക്കുമ്പോൾ നമുക്ക് ചോദിക്കാനുള്ളത്, ഓരോ ജീവിതവും ഓരോ കഥകളാണ്, വേറിട്ട കഥകളുടെ ഒരു കൂട്ടായ്മ. വേണമെങ്കിൽ നമുക്കതിനെ ഒരു നോവലെന്ന് പേരിടാം. അതുപോലൊരു നോവലല്ലേ നിങ്ങളുടെ ജീവിതവും? എന്താ, ശരിയല്ലേ? നിങ്ങളുടെ അനുഭവങ്ങൾ, കഥകൾ എന്തുമായിക്കൊള്ളട്ടെ, അത് കേൾക്കാൻ DNA ന്യൂസിലൂടെ ഞാൻ എത്തുന്നു. കഥ പോലൊരു ജീവിതം, അതിനായി ഞാൻ നിങ്ങൾക്ക് വേണ്ടി കാത്തിരിക്കുന്നു. നമുക്ക് ഒന്നിച്ച് കാണാം, കുറേ കാര്യങ്ങൾ സംസാരിക്കാം, വേദനകൾ പങ്കിടാം. നിങ്ങളുടെ വിഷയങ്ങൾ, അനുഭവങ്ങൾ അത് ഞങ്ങളെ അറിയിക്കേണ്ട വിലാസം താഴെ കൊടുക്കും.